ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഞാൻ ഒറ്റപ്പെട്ടുപോയി, ഏകാന്തതയിലായി എന്നിങ്ങനെ ചിന്തിച്ചു വേദനിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഏകാന്തത പ്രയാസമേറിയ അനുഭവമാണ്. ഏകാന്തത നമ്മെ ബാധിക്കുന്നത് ഭൗതികവും ആത്മീയവും മാനസികവുമായ കാരണങ്ങളാലാകാം. അന്യനാട്ടിൽ ബന്ധുമിത്രാദികൾ ആരും കൂടാതെ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏകാന്തത ഭൗതിക കാരണത്താലുണ്ടാകുന്നതാണ്. മറ്റൊരാൾ സ്വന്തം നാട്ടിൽ തന്നെ താമസിക്കുന്നെങ്കിലും എല്ലാവരാലും വെറുക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഏകാന്തത അനുഭവപ്പെടും. മാനസികവും ആത്മീയവുമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഈ ശൂന്യത ഏറ്റവും കാഠിന്യമേറിയതാണ്. നമ്മിൽ പലരും ഈ രണ്ടുവിധ കാരണങ്ങളാലും ഒറ്റപ്പെടുന്ന അനുഭവമുള്ളവരായിരിക്കും. യേശുവിൻ്റെ ജീവിതത്തിൽ ഏകാന്തതയ്ക്ക് 2 കാരണങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഏകാന്തതയുടെ ചുഴിയിൽ അവിടുന്ന് താണുപോയില്ല. സഹോദരങ്ങൾ തന്നെ സ്നേഹിച്ചില്ല. ആപത്തുവേളയിൽ ശിഷ്യന്മാർ ഓടിപ്പോയി. യഹൂദന്മാരും പരീശരും കുറവുകൾ തേടിപ്പിടിക്കുവാൻ പിന്നാലെയുണ്ടായിരുന്നു. അതൊന്നും യേശുവിനെ അലട്ടിയില്ല. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ടെന്ന് യേശു പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യബോധം തന്നെ ധൈര്യപ്പെടുത്തി. ദൈവസാന്നിധ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരിക്കലും ഏകാന്തതയുടെ ദുഃഖം അനുഭവപ്പെടുകയില്ല. മനുഷ്യൻ്റെ കൂട്ടായ്മയേക്കാൾ ദൈവിക കൂട്ടായ്മ ഏകാന്തതയിൽ നിന്ന് നമ്മെ രക്ഷിക്കും. പിതാവായ ദൈവത്തിൻ്റെയും ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെയും സാന്നിധ്യം വിശ്വാസത്താൽ അംഗീകരിച്ചാൽ നാം ഒരിക്കലും ഒറ്റപ്പെട്ടു പോയി എന്ന് ഭയപ്പെടാൻ ഇടയാകില്ല. ആപത്തുകാലത്ത് മനുഷ്യൻ അകന്നു നിൽക്കും, എന്നാൽ ദൈവസാന്നിധ്യം നമ്മെ വിട്ടുപോകയില്ല. ദൈവസാന്നിധ്യം ഏകാന്തതയെ ഇല്ലാതാക്കും. യോഹന്നാൻ 8:29. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.